യെസ്, 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സേനയിലൊരു ജോലി. സേന എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ പറ്റിയല്ല. ഇന്ത്യൻ ആർമി അല്ലാത്ത കേന്ദ്രത്തിലെ കുറച്ച് സായുധ സേനകളുണ്ട്. ഈ സേനകളിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയിൽ നമുക്ക് നേടാൻ കഴിയുന്ന കുറച്ച് ജോലികളുണ്ട്. കുറച്ചല്ല, കുറച്ചധികം ജോലികളുണ്ട്. ഈ ജോലികളെ പറ്റി പറയുമ്പോൾ അത് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്, യൂണിഫോം ജോലികളോട് അത്യാവശ്യം നല്ല ആഗ്രഹമുള്ള, കേരള പോലീസിന്റെ പിന്നാലെയും ഇന്ത്യൻ ആർമീന്റെ പിന്നാലെയൊക്കെ ഓടി നടക്കുന്ന എന്നാൽ കിട്ടാണ്ടിരിക്കുന്ന ആളുകളാണ് മെയിൻ ആയിട്ടും ഇതിന് പിന്നാലെ പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് ജോലി കിട്ടാനുള്ള പ്രോബിലിറ്റി കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ നടക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി നിങ്ങൾക്ക് നൽകുന്ന ഒരു പരീക്ഷയാണ് ഞാൻ പറയാൻ പോകുന്ന പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും ഒക്കെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കേന്ദ്ര സേനയിൽ നമുക്ക് ജോലി വാങ്ങാൻ കഴിയുക? പ്രത്യേകിച്ച് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് കേന്ദ്ര സേനയിൽ ഒരു ജോലി വാങ്ങാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു ആള് നിങ്ങളാണെങ്കിൽ വീഡിയോ മുഴുവനായി കാണുക. ഇനി നിങ്ങളല്ല, നിങ്ങളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുത്തോളാം. ഓക്കെ, ആർക്കാണോ യൂണിഫോം ഇടാൻ ആഗ്രഹമുള്ളത് അവരിലേക്ക് ഈ വീഡിയോ എത്തട്ടെ. യെസ്, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ആദ്യം ആ സേനകൾ എന്ന് പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാം. നിങ്ങൾക്ക് കാണുന്നതും അറിയായിരിക്കും, മിക്ക സേനകളെയും നമുക്ക് അറിയായിരിക്കും. ഒന്ന് CRPF ആണ്, CRP അല്ല CRPF ആണ്. പിന്നെ ഒന്ന് CIS അല്ല CSF ആണ്. പിന്നെ AR എന്ന് പറഞ്ഞാൽ ആസാം റൈഫിൾസ് ആണ്. പിന്നെ ഉള്ളത് BSF ഉണ്ട്, SSB ഉണ്ട്, അതുപോലെ തന്നെ ITBP ഉണ്ട്. ITBP എന്ന് പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ആണ്. അതുപോലെ CRPF നിങ്ങൾക്ക് അറിയാം, നമ്മളെ സെൻട്രൽ ഗവൺമെന്റിന്റെ റിസർവ് പോലീസ് ഫോഴ്സ് ആണ്. അതുപോലെ CISF നമുക്കറിയാം, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഉണ്ട്. നമ്മള് കേന്ദ്ര സേനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചൂസ് ചെയ്യേണ്ടത് ഇതിലേതെങ്കിലും ഒരു ഫോഴ്സ് ആണ്. എല്ലാ ഫോഴ്സുകൾക്കും അതിനനുസരിച്ചുള്ള ഗുണങ്ങളും അതിനനുസരിച്ചുള്ള മെച്ചങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഇഷ്ടം, ഏത് യൂണിഫോമാണ് ഇഷ്ടം, എവിടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം? ചിലർക്ക് അതിർത്തിയിൽ വർക്ക് ചെയ്യാനായിരിക്കും വലിയ താല്പര്യം ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ BSF-ഉം അതുപോലെ തന്നെ ITBP-യും പോലുള്ള പോസ്റ്റുകളൊക്കെ. ഇനി അതല്ല, നമുക്ക് CRPF, ചെറുപ്പം മുതലേ CRPF എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അത് ചൂസ് ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. പക്ഷെ ഇവരൊക്കെ പ്രശ്നം എങ്ങനെയാണ് ഈ ഒരു ഫോഴ്സിലേക്ക് എത്തേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് മെയിനായി 2 വഴികളാണ് ഈ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സുകളിലേക്ക് എത്താൻ വേണ്ടിയുള്ളത്. ഞാൻ ആ വഴികളെ കുറിച്ചൊന്ന് പറയാം. ഒന്ന്, 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ SSLC യോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ്, പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് പറയുന്ന പേരാണ് SSC-GD. രണ്ടാമതുള്ള പരീക്ഷയാണ് ഡിഗ്രി ലെവലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പരീക്ഷ. അതിന് പറയുന്ന പേരാണ് CPO. നമ്മുടെ PSC CPO അല്ല, ഇത് വേറൊരു CPO ആണ്. ഓക്കെ, ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നില്ല, ഡിഗ്രി ഉള്ള ആളുകൾക്ക് വേണ്ട പോസ്റ്റിനെ പറ്റി സംസാരിക്കുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾ എഴുതുന്ന SSC-GD പരീക്ഷയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ പരീക്ഷയെ പറ്റിയുള്ള കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാൻ. അപ്പൊ ആദ്യം നമുക്ക് യോഗ്യത എന്താണെന്ന് നോക്കാം. നിങ്ങളെ കൊണ്ട് ഈ പരീക്ഷ എഴുതാൻ കഴിയും, അതിനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കൊന്ന് നോക്കണം ഇതിൽ എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഉള്ളത്, ആദ്യം എന്താണ് നടക്കുക, പിന്നീട് എന്താണ്, പരീക്ഷ എങ്ങനെയാണ്, തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ആദ്യത്തെ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ക്വാളിഫിക്കേഷൻ. എന്താണ് ഈ പരീക്ഷയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SSLC ആണ്. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം. അപ്പൊ SSLC ആണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഏജ് ലിമിറ്റിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് 18 മുതൽ 23 വയസ്സ് വരെ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, UR കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാത്ത ആളുകളുണ്ടല്ലോ, OBC, നമ്മുടെ നാട്ടിൽ OBC ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് ഒരു 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 26 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങൾ SC/ST കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷമാണ് റിലാക്സേഷൻ. അപ്പൊ 23 ഉള്ളത് എത്രയാവും, 28 എന്നാവും. 28 ആവുന്നത് വരെ, 28 ആയാൽ പറ്റൂല, 28 ആവുന്നത് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമായി ഇതിനെ കാണുക. ഓക്കെ, ഇനി ഇപ്പോ നിങ്ങൾ ഈ 2 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം. ഈ വർഷം ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 30-ാം തീയതിയാണ്. ഡിസംബർ 30-ാം തീയതിക്ക് മുമ്പായിട്ട് കംപ്ലീറ്റ് അപേക്ഷിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. SSC എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക, അവിടെ SSC-GD നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഫോണിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ചെയ്ത് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് ചോദിച്ചാൽ നല്ലതായിരിക്കും. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ശരി. ഇനി എത്രയായിരിക്കും ഒരു സാലറി നമുക്ക് കിട്ടുക? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമുക്ക് സാലറി വേണമല്ലോ. ഒരു നല്ല ജോലിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള സാലറി നമുക്ക് കിട്ടണം. ഇപ്പം നമ്മളെ കുട്ടികൾ, നമ്മളുടെ അക്കാദമിയിൽ പഠിക്കുന്ന ദിശ അക്കാദമിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ അവർ പല പല സ്ഥലങ്ങളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ITBP-യിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ആസാം റൈഫിൾസിലും നാഗാലാൻഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ഇനി CRPF-ലും CASF-ലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ സാലറിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആസ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ അടുത്ത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ 60ഉം 65ഉം ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദെയർ പോസ്റ്റിങ്ങിനനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ആസ് ആൻ ആവറേജ് ഒരു 50,000 രൂപയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റില് തുടക്കത്തിൽ സാലറി ഉണ്ടാവും. സാലറി കൂടും കേട്ടോ, നമ്മളെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് സാലറിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും. ബേസിക് പേ 18,000 19,000 ഒക്കെ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം അലവൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 30,000 അടുത്തുള്ള ഒരു സാലറി നമുക്ക് കിട്ടും. കുറച്ച് കഴിയുമ്പോഴേക്കും സാലറി നല്ലപോലെ ഇൻക്രീസ് ആയി 50ലേക്കൊക്കെ എത്തും. ഓക്കെ, അപ്പൊ ഇതാണ് സാലറിനെ പറ്റി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾ കുറച്ച് സന്തോഷമുള്ള ആൾക്കാരായി എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് എക്സാം ആണ്. എക്സാം എങ്ങനെ നടക്കും? ഇനി നിങ്ങൾ അപ്ലൈ ചെയ്തു, സാലറി ഇത്രയുണ്ടെന്ന് മനസ്സിലാക്കി, എനിക്ക് ഏജ് ഓക്കെയാണ്, ഞാൻ SSLC പാസ്സായിട്ടുണ്ട്, അപ്പൊ ഈ പരീക്ഷ എഴുതണമല്ലോ. പരീക്ഷ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. പരീക്ഷ 3 സ്റ്റേജ് ആണ് നടക്കുക. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരീക്ഷ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. രണ്ടാമതായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് നടക്കും. മൂന്നാമതായിട്ട് മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും നടക്കും. ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റിയും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 80 ക്വസ്റ്റ്യൻസ് ഉള്ള 1 മണിക്കൂറുള്ള പരീക്ഷയാണ്. നിങ്ങളുടെ മുന്നിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു മോണിറ്റർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് മാത്സിൽ നിന്നും 20 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, GK-യിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോ ഇവിടെയാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും ഇത് ഇട്ടിട്ട് പോകുന്നത്. ഓക്കെ, മാത്സ് എനിക്ക് പഠിക്കാൻ പറ്റൂല, ഇംഗ്ലീഷ് എനിക്ക് പഠിക്കാൻ പറ്റൂല. വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന, SSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, പ്രോപ്പറായി നമ്മൾ പറയുന്നത് പോലെ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ആദ്യം തന്നെ ധൈര്യമായി ഉണ്ടാക്കി വെച്ചോളാം. ഒന്നും ഇല്ലായ്മയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബേസും ഇല്ലാതെ വന്ന് വായിക്കാൻ അറിയാത്ത അവസ്ഥയിൽ വന്ന് ഈ പരീക്ഷ നമ്മൾ അടുത്തിരുന്ന് ക്ലിയർ ചെയ്ത് പോയ ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മുന്നിൽ ഒരു 3 മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡിസംബർ 30 അപേക്ഷിക്കാനുള്ള അവസാന ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു 3 മാസം പരീക്ഷയ്ക്കുണ്ട്. മാർച്ച് മാസത്തോടെയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും കൂടെയുള്ള സമയമുണ്ട്. പരീക്ഷ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ പരീക്ഷ എഴുതാൻ പോവുമല്ല. അപ്പോ ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ജീവിതത്തിലുള്ള ഒരു 3 മാസം എന്ത് ചെയ്യുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക, പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. 4 സബ്ജക്റ്റുകളും 80 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ 80 ക്വസ്റ്റ്യനും ശരിയാക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കേരളത്തിൽ സാധാരണയായിട്ട് വളരെ ചെറിയ കട്ട് ഓഫ് ആണ് വരാറുള്ളത്. കാരണം ആളുകൾ കുറവാണ്, കോമ്പറ്റീഷൻ വളരെ കുറവുള്ള ഒരു ഏരിയയാണ് കേരളത്തില് SSC GD എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് അല്ല, ആദ്യം നമ്മൾ PST ഉണ്ട്, പിന്നെ PET ഉണ്ട്. അതായത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡുകൾ വേണം. ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടെസ്റ്റുകളും ഉണ്ട്. ഞാൻ ആ സ്റ്റാൻഡേർഡ്സിനെ പറ്റി പറയാം. ഒന്ന് ഹൈറ്റ് ആണ്. ആൺകുട്ടിയാണെങ്കിൽ 170 സെന്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 157 സെന്റിമീറ്റർ ഹൈറ്റ് ആണ് വേണ്ടത്. ഇനി ചെസ്റ്റ് പറയുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. 80 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ്, നോർമൽ ചെസ്റ്റിന്റെ മെഷർമെന്റ് വേണ്ടത്. ഇനി നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര വേണം, 5 സെന്റിമീറ്റർ അധികവും വേണം. അപ്പൊ 80+5 എന്നുള്ള രീതിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സാധാരണ ഒരു പോലീസിന്റെ ടെസ്റ്റ് പോലെയോ ആർമീന്റെ ടെസ്റ്റ് പോലെയോ ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അതിനുശേഷം ടെസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഇത് രണ്ടുമാണുള്ളത്. മെയിൻ ആയിട്ട് വെയിറ്റ് അവര് കൃത്യമായ ഒരു വെയിറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഹൈറ്റിനനുസരിച്ചുള്ള ഒരു വെയിറ്റ് ഉണ്ടാവണമെന്നേ പറയുന്നുള്ളൂ. ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലിന്റെ സമയത്ത് വലിയ വിഷയമൊന്നും വരില്ല. അവരെന്ത് ചെയ്യും, ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും, വരാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരാൻ പറയുന്നിട്ട് അവർ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിടുക. സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഒരുപാട് ഓവർ വെയിറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പുറത്താക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. മെഡിക്കലിന്റെ സമയത്താണ് വെയിറ്റ് ഒക്കെ കാര്യമായി നോക്കുക. ഇനി റണ്ണിങ് ആണ്
ഫിസിക്കൽ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അവിടെ ആൺകുട്ടികൾക്ക് 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ആണ് ഓടാനുള്ളത്. ഓക്കെ, നമ്മൾ 5 കിലോമീറ്ററോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വളരെ ഈസി ആയിട്ട് ഈ 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടി എത്താറുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓടുന്ന ആളുകൾക്ക് അറിയാം അത് വളരെ ഒരു ചെറിയൊരു ടാസ്ക് ആണെന്നുള്ളത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റാമിന ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമുക്ക് നല്ല എൻഡ്യൂറൻസ് ഉണ്ടാവണം, നമ്മൾ നന്നായി ഓടി ശീലിച്ചിട്ടുണ്ടാവണം വെയിലത്തൊക്കെ. കാരണം ഈ തിരുവനന്തപുരത്ത് നമ്മുടെ CRPF ഗ്രൗണ്ടിലൊക്കെയാണ് ഓടിക്കുക. 12 മണി വെയിലത്തൊക്കെ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. അങ്ങനെയാണല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരു കിടിലൻ ജോലിയിലേക്ക് എത്താൻ വേണ്ടി കഴിയുക. അപ്പം നമ്മളെ മുന്നിൽ കുറെ ഹസാർഡ്സ് ഉണ്ടാവും. എല്ലാം ചാടി കടന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു ലിസ്റ്റിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ ഇത്രയും എൻഡ്യൂറൻസ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതാണോ നിങ്ങൾ ഓർക്കേണ്ടത്. 24 മിനിറ്റിൽ 5 കിലോമീറ്റർ ഓടിയെടുക്കാനുള്ള ഒരു എനർജി സൂക്ഷിച്ചു വെക്കുക. പെൺകുട്ടികൾക്കാണെങ്കിൽ 5 കിലോമീറ്റർ ഇല്ല, 1.6 കിലോമീറ്റർ അല്ലെങ്കിൽ 1600 മീറ്റർ ആണ് ഓടാനുള്ളത്. അതിനുവേണ്ടി 8.5 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് എന്താ, ഡോക്യുമെന്റ്സ് ആണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളത് മനസ്സിലാക്കണം. ഇതെല്ലാം ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ SSLC എല്ലാവർക്കും വേണം. SSLC എല്ലാവരും പാസ്സായിട്ടുണ്ടാവണം. അപ്പൊ SSLC സർട്ടിഫിക്കറ്റ് മസ്റ്റായും ഡോക്യുമെന്റായി കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. NCC ഉള്ള ആളുകൾക്ക്, NCC എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് NCC ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് NCC ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്, അതിന് യെസ് കൊടുക്കണം. NCC C സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും. NCC B സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 5 മാർക്കും, A സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 3 മാർക്കാണ് കിട്ടുക. 3 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കാണ് കിട്ടുക. അപ്പൊ അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. അവിടെ എന്തുണ്ട്, A സർട്ടിഫിക്കറ്റിനും B സർട്ടിഫിക്കറ്റിനും C സർട്ടിഫിക്കറ്റിനും മാർക്ക് ഉണ്ട്. NCC ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണത്. ഇനി OBC ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ കയ്യിൽ OBC NCL, അതായത് കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. താലൂക്കിൽ നിന്ന് കിട്ടുന്ന OBC സർട്ടിഫിക്കറ്റ് ആണത്. അത് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവണം. അത് ഈ തൊട്ടടുത്ത ദിവസം തന്നെ പോയി വാങ്ങിക്കുകയും വേണം. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഒന്നും കൊടുക്കണ്ട, പക്ഷെ അപ്ലൈ ചെയ്യുന്ന ആ ഡേറ്റിലെ 30-ാം തീയതി, ആ 30-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു NCL സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടാവണം. ഭാവിയിൽ അവർ ഡേറ്റ് നോക്കുമ്പോൾ ഈ ഡേറ്റ് ആണ് നോക്കുക. പിന്നെ നിങ്ങൾ OBC അല്ല, EWS ഉണ്ട് ചിലര്. ഓക്കെ, നമ്മൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ജനറൽ കാറ്റഗറിയിൽ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ്സ് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ EWS, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ താലൂക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവണം. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അതിലൊരു സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക. പിന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ മാൻഡേറ്ററി അല്ല, നമുക്ക് വെരിഫിക്കേഷന് പോകുന്ന സമയത്താണ് മെയിൻ ആയിട്ട് വേണ്ടി വരിക. അത് കഴിഞ്ഞ അടുത്തത് മെഡിക്കൽ ടെസ്റ്റ് ആണ്. ഓക്കെ, മെഡിക്കൽ ടെസ്റ്റിൽ കാര്യമായി ചെക്ക് ചെയ്യുന്നത് ഐ വിഷൻ ആണ്, കാഴ്ചശക്തിയാണ്. കാഴ്ചശക്തി കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മളൊരു 50% സേഫായി. ബാക്കിയുള്ളതൊന്നും അത്ര സീരിയസ് ആയി സാധാരണ ചെക്ക് ചെയ്യാറില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ്, നിങ്ങൾ ആർമി ഒക്കെ കാണുന്ന പോലെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും അല്ല മെഡിക്കൽ നടക്കാറുള്ളത്. നമ്മൾ ടീത്ത് ഒന്ന് ചെക്ക് ചെയ്യും. വല്ലാതെ ഡിസോർഡർ ആണെങ്കിൽ ചില സമയങ്ങളിൽ റീമെഡിക്കൽ ഒക്കെ കൊടുക്കാറുണ്ട്. അല്ലാത്ത പക്ഷം അത്യാവശ്യം ഡീസന്റ് ടീത്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ബ്ലഡും പിന്നെ ബോഡി ഡിഫോർമേഷൻസ്, പ്രത്യേകിച്ച് നമ്മളെ ചെസ്റ്റ് ഏരിയാസിലൊക്കെ എന്തെങ്കിലും കുഴികളോ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുള്ള മുറിവുകളോ കലകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിജക്ഷന് കാരണമാവും. അല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് മെഡിക്കലിൽ സംഭവിക്കാറില്ല. അപ്പൊ മെയിൻ ആയിട്ടും ഐ വിഷനും ബോഡി ഡിഫോർമേഷൻസ്, ചെസ്റ്റ് ഏരിയയിലുള്ള ബോഡി ഡിഫോർമേഷൻസും ആണ് കാര്യമായി പിടിക്കപ്പെടുന്നത്. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യും, അവര് അലോ ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്തുള്ള. ഐ വിഷൻ മാത്രമല്ല, കളർ ബ്ലൈൻഡ്നെസ്സും ഇല്ലാത്ത ആളുകളായിരിക്കണം കേട്ടോ. പിന്നെ ഗ്രോത്ത്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ചെസ്റ്റ് ഏരിയയിലൊക്കെ എന്തെങ്കിലും കാര്യമായ ഗ്രോത്തുകൾ ഉണ്ടെങ്കിൽ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും നമുക്ക് സ്ഥിരമായി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ജലദോഷവും ചുമയൊന്നും അല്ല, നമുക്ക് കാര്യമായ വലിയ, അതുകൊണ്ടാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞത്. വലിയ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതല്ലാത്ത പക്ഷം നമ്മളൊരു നോർമൽ ഹെൽത്തി ഹ്യൂമൻ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മെഡിക്കൽ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി കഴിയും. അപ്പൊ ഇത്രയും ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ മുന്നിലുള്ളത് എന്നുള്ളത് ഓർക്കുക. അപ്പം ഇത് ഭീകരമായ സ്റ്റെപ്പുകളാണോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ കാനനപാതയാണോ എന്ന് ചോദിച്ചാല്, നമുക്ക് ഒരു ജോലി വാങ്ങുന്നതാണ് ലക്ഷ്യം, ഒരു യൂണിഫോം അണിയുന്നതാണ് ലക്ഷ്യം എന്ന് സീരിയസ്ലി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ ടാസ്ക് അല്ല. ഓക്കെ, അപ്പം
കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ ഓ ഇതെന്തായാലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് രണ്ട് കുറ്റം പറഞ്ഞേക്കാം, മറ്റേ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് ചിന്തിച്ച് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ബാലികേറ മല തന്നെയാണെന്ന് മനസ്സിലാക്കുക. അല്ലാത്ത ആളുകൾക്ക് എനിക്ക് ജോലി കിട്ടിയേ മതിയാവുള്ളൂ, 2026 വരായിരിക്കുന്ന സമയത്ത് 2026 തന്നെ എനിക്കൊരു യൂണിഫോം ഇട്ടേ മതിയാവുള്ളൂ എന്ന് വളരെ സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതൊരു ചെറിയ ടാസ്ക് മാത്രമാണ്. ഇപ്പൊ 3 മാസം കൊണ്ട്, അത് അവിടെയാണ് ഹൈലൈറ്റ്, വർഷങ്ങളോളം PSC തലകുത്തി നിന്ന് കിട്ടാത്ത ജോലികൾ 3 മാസം കൊണ്ട് പഠിച്ച് കിട്ടാനുള്ള ഒരു അവസരത്തെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. അങ്ങനെ പഠിച്ച് കിട്ടിയ ചരിത്രമുണ്ട്, ഒരുപാടുണ്ട്. അതിന്റെ ധൈര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എങ്ങനെ പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഒരുപാട് കണ്ടന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ നമ്മളെ ദിശ അക്കാദമി, നമ്മുടെ അക്കാദമിയും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം ഓരോ വർഷവും 300-നടുത്ത് കുട്ടികളെ ഈ ലിസ്റ്റിലേക്കും അതുപോലെ തന്നെ ജോലിയിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമിയാണ് ദിശ അക്കാദമി. നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ കേട്ട് പരിചയം ഉണ്ടാവും. പ്രത്യേകിച്ച് SSC GDക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ, നമ്മുടെ ദിശ ആർമി എക്സാംസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് ഒരുപാട് ആളുകൾ എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയും ചെയ്യുക. കുട്ടികളുടെ അഭിപ്രായം നിങ്ങൾക്ക് തീർച്ചയായും അറിയാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ജോലിയിലേക്ക് എത്താൻ വേണ്ടി കഴിയും. അപ്പൊ അതിനുള്ള ഒരു അവസാനത്തെ അവസരം, ഈ ഡിസംബർ മാസം ഒരു അവസാന അവസരം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളടുത്ത് ജോയിൻ ചെയ്യാനും കൂടെയുള്ള അവസരം നിലവിലുണ്ട്. ആ അവസാനത്തെ അവസരത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും കൂടെ നമ്പേഴ്സ് ഇട്ടോളാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റിൽ പറയാം. എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അത് ചെയ്തു തരും. അല്ല, കമന്റിൽ തന്നെ റിപ്ലൈ തരാനുള്ള ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും അതിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും പരീക്ഷകളെ പറ്റി അറിയണം, മറ്റേതെങ്കിലും അവസരങ്ങളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും കമന്റിൽ പറയാൻ മറക്കാണ്ടിരിക്കുക. ഹാപ്പി ലേണിംഗ്. ഈ അവസരം നിങ്ങൾക്കുള്ളതാവട്ടെ.